ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സോഷ്യോളജിയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ എല്ലാവരും നമ്മുടെ സോഷ്യോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കണം എന്നില്ല. അപ്പോൾ നമുക്ക് എന്താണ് സോഷ്യോളജി എന്ന് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ പലരും സയൻസും കൊമേഴ്സും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് സോഷ്യോളജി ഓപ്ഷണൽ എടുക്കുന്നവരായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുത്താൽ തന്നെ ആ ഒരു സ്ട്രീമിൽ സോഷ്യോളജി അവർക്ക് ആ ഒരു പേപ്പർ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ സോഷ്യോളജി എന്താണെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ക്ലാസ്സസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസ് ഓഫ് സോഷ്യോളജി എങ്ങനെ എമേർജ് ആയി, അതുപോലെ മറ്റുള്ള വിഷയങ്ങളുമായി സോഷ്യോളജിയുടെ റിലേഷനും കാര്യങ്ങളും ആ ഒരു തുടക്ക ഭാഗമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് സോഷ്യോളജിയുടെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്ത് വരാൻ പോകുന്ന ആഴ്ചകളിൽ നമ്മൾ പേപ്പർ 2 കുറച്ച് ടെർമിനോളജീസൊക്കെ ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. അതായത് ഇന്ത്യൻ സൊസൈറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കുറച്ച് പഠിക്കുന്നുണ്ടാവുക. അതിനുശേഷം വീണ്ടും നമ്മൾ പേപ്പർ 1 തന്നെ വരും. നമുക്ക് അൾട്ടർനേറ്റീവ് വീക്സ് ആയിട്ട് അല്ലെങ്കിൽ 2 വീക്സ് കൂടുമ്പോഴൊക്കെ ആയിട്ട് നമുക്ക് പേപ്പർ 1 പേപ്പർ 2 ആയിട്ട് കമ്പൈൻ ചെയ്ത് ക്ലാസ്സസ് എടുക്കാം. അപ്പം നിങ്ങൾക്ക് ബോറടിക്കുകയില്ല. അതേപോലെ തന്നെ ഈ ഒരു കണ്ടിന്യൂഷൻ വിടയില്ല. കാരണം കുറേ നാൾ ഒരു വിഷയം എടുത്തിട്ട് പിന്നെ എടുക്കണേക്കാൾ നല്ലത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് 2 വിഷയവും നോക്കി പോകുന്നതായിരിക്കും. ഒരുമിച്ച് 2 വിഷയം പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഒരു പഠിക്കുന്നതിൻ്റെ കണ്ടിന്യൂറ്റി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരു വീക്ക് ഒരു പേപ്പറും പിന്നത്തെ വീക്ക് പേപ്പർ. അപ്പോൾ നിങ്ങൾക്ക് വർക്ക്സൊക്കെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് ചെയ്യുമ്പോൾ വീക്കെൻഡ് ആകുമ്പോൾ ആ ഒരു പേപ്പറുണ്ട്, അതായത് പേപ്പർ 1 ക്ലാസ്സാണ് കഴിഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന വർക്ക്സും കാര്യങ്ങളും റിവൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നത്തെ വീക്കിൽ പേപ്പർ 2 പഠിക്കുക, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പേപ്പർ 2 കഴിഞ്ഞ് വീണ്ടും പേപ്പർ 1 വരുമ്പോൾ ഇനി എടുക്കാൻ പോകുന്നത് തിങ്കേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ തിങ്കേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്യുവർലി സോഷ്യോളജി ബേസിൽ നിന്നായിരിക്കും നമ്മൾ പഠിക്കുന്നത്. കാരണം സോഷ്യോളജിസ്റ്റ് അപ്പോൾ നമ്മൾ ഈ തിങ്കേഴ്സിനെ പറയുമ്പോൾ ആ തിങ്കേഴ്സ്, അതായത് സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഐഡിയാസ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സോഷ്യോളജിയെക്കുറിച്ചൊരു ബേസിക് ഐഡിയ വേണം. കാരണം അവർ പറയുന്ന വ്യൂ പോയിൻറ്റ്സ് സോഷ്യോളജിക്കലായിരിക്കും. അവരുടെ സോഷ്യോളജിക്കൽ തോട്ട്സ് നമ്മുടെ ഉള്ളിലും അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ സോഷ്യോളജി എന്താണെന്ന് അറിഞ്ഞാൽ നമുക്കങ്ങനെ സോഷ്യോളജിക്കലി തിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. മീൻസ് സോഷ്യോളജിയുടെ നേച്ചറും അതേപോലെ എലമെൻറ്റ്സും അതേപോലെ ഫങ്ഷനിങ് ഒക്കെ അറിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് തിങ്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് കുറച്ച് ബേസിക്കായിട്ട് സോഷ്യോളജിയുടെ കാര്യം, അതേപോലെ ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ എസ്സേ റൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ സോഷ്യോളജിയെക്കുറിച്ച് ഇപ്പോൾ എന്തെങ്കിലും ഇൻട്രോയിലൊക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേണം. അപ്പോൾ ഞാൻ ഡെഫിനിഷൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡെഫിനിഷൻസൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള സോഷ്യോളജിയുടെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ആൻസർ റൈറ്റിങ്ങിനായാലും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ സോഷ്യോളജി എന്താണെന്ന് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫീച്ചർ സോഷ്യോളജിക്ക് ഉണ്ടെന്ന് അറിയാമെങ്കിൽ പിന്നെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ആ ഒരു ഫീച്ചർ വെച്ച് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സോഷ്യോളജിയുടെ ഡെഫിനീഷൻ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഡെഫിനീഷൻ ഓഫ് സോഷ്യോളജി നമ്മൾ ഇപ്പോൾ പല ക്ലാസ്സസിലായിട്ട് നമ്മൾ പറഞ്ഞു. എന്താണ് സോഷ്യോളജി എന്ന് പറയുന്നത്? സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുന്ന ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൊസൈറ്റിയെക്കുറിച്ചും സോഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ് സോഷ്യോളജി എന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ ഫൗണ്ടറായിട്ടുള്ള, അതായത് ഫാദർ ഓഫ് സോഷ്യോളജി എന്നറിയപ്പെടുന്ന നമ്മുടെ ഫേമസ് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള അഗസ്റ്റ് കോംറ്റെ ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത്. അതിന് പുറമേ നമ്മുടെ പൈനിയേഴ്സ് ഓഫ് സോഷ്യോളജിയിലുള്ള ഡർക്കിയും അതേപോലെ കിങ്സ്ലി ഡേവിസ് അതേപോലെ മാക്സ് വെബർ, അങ്ങനെ കുറേയധികം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെഫിനീഷൻസ് ഓഫ് സോഷ്യോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ഫിലോസഫേഴ്സും സോഷ്യൽ തിങ്കേഴ്സും സോഷ്യോളജിയെക്കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ എമൈൽ ഡർക്കിയും പറഞ്ഞിട്ടുള്ളതാണ് സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു സയൻസ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സയൻസ് അഥവാ സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത് സോഷ്യോളജി എന്ന് പറയുന്നത്. കിങ്സ്ലി ഡേവിസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യോളജി ഈസ് എ ജനറൽ സയൻസ് ഓഫ് സൊസൈറ്റി. സെയിം തന്നെ, സൊസൈറ്റിയെക്കുറിച്ച് ജനറലായിട്ട് പഠിക്കുന്ന, അതായത് ഒരു ബ്രോഡ് വ്യൂവിൽ നമ്മൾ അതിലെ എല്ലാ ബേസും പഠിക്കുന്നതിനെയാണ് കിങ്സ്ലി ഡേവിസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ
ഡർക്കേം എന്താ പറഞ്ഞാൽ സോഷ്യൽ സമൂഹത്തിലുള്ള കുറേയധികം സാമൂഹികപരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? എഡ്യൂക്കേഷൻ, ഫാമിലി, അതേപോലെ മാരേജ്, ഇതൊക്കെ നമ്മുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കാരണം ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ സോഷ്യലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്ന സോഷ്യലൈസിങ് ഏജൻസ് എന്ന് പറയുന്നത്. സോ ആ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പഠിക്കുന്ന, അല്ലെങ്കിൽ ആ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്ട്രക്ചറിനെ, ഓർഗനൈസിങ്ങിനെ, എല്ലാത്തിനെ കുറിച്ച്, അതായത് ആ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എന്തൊക്കെ നടക്കും അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യോളജി എന്നാണ് ആര് പറഞ്ഞത്? എം എൽ ഡർക്കേം പറഞ്ഞത്. കിങ്സ്ലി ഡേവിസ് എന്താ പറഞ്ഞത്? സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുന്നതാണ്. മാക്സ് വെബർ എന്താ പറഞ്ഞത്? Sociology as the science which attempts the interpretative understanding of social action in order thereby to arrive at a causal explanation of its cause and effects. ഇതിലെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു സയൻസാണ്. ഇത് സൊസൈറ്റിയിലെ സോഷ്യൽ ആക്ഷൻസിനെ ഇൻ്റർപ്രിറ്റേറ്റീവായി അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അതിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു സോഷ്യോളജി എന്ന് പറയുന്നത് സൊസൈറ്റിയെക്കുറിച്ച് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ബാക്കിയുള്ള സോഷ്യോളജിസ്റ്റുകളൊക്കെ പറഞ്ഞു. ഇതിൽ വെബർ എന്താ പറയുന്നത്? സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം സൊസൈറ്റിയിലെ സോഷ്യൽ ആക്ഷൻസിന് ഇൻ്റർപ്രിറ്റേറ്റീവായിട്ട് സ്റ്റഡി ചെയ്യുക. എന്തുകൊണ്ടാണ് ഈ ഇൻ്റർപ്രിറ്റേറ്റീവായിട്ടാണ് മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത്? ഇപ്പോൾ ബാക്കി എല്ലാ സോഷ്യോളജിസ്റ്റുകളും പറയുന്നത് സൊസൈറ്റിയെക്കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, സ്റ്റഡി ചെയ്യണം, മനസ്സിലാക്കുന്നത് തന്നെയാണല്ലോ ബാക്കിയുള്ള സോഷ്യോളജിസ്റ്റുകളും പറയുന്നത്. പക്ഷേ വെബർ എന്തുകൊണ്ട് ഇൻ്റർപ്രിറ്റേറ്റീവ് എന്ന് പറഞ്ഞത്? കാരണം വെബറിൻ്റെ ഐഡിയയിൽ സോഷ്യോളജി എന്ന് പറയുന്നത്, വെബർ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റർപ്രിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സബ്ജക്റ്റീവായി ഇൻഡിവിജ്വലിൻ്റെ എക്സ്പീരിയൻസും ഫീലിങ്സും എല്ലാം, അതായത് സബ്ജക്റ്റീവായിട്ടെന്ന് നമ്മൾ പറഞ്ഞു സോഷ്യോളജി എന്ന് പറഞ്ഞത്, സോഷ്യോളജി നമ്മുടെ ആദ്യമുള്ള സോഷ്യോളജിസ്റ്റുകളെല്ലാം ഒബ്ജക്റ്റീവായിട്ടാണ് സമൂഹത്തെ പഠിക്കാൻ ശ്രമിച്ചത്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത് അതായത് അവർ നേരിൽ കാണുന്ന ഫാക്ട്സും അതേപോലെ എവിഡൻസസും വെച്ചിട്ട് മാത്രമാണ് ആര് പറഞ്ഞു തരുന്നത്? ബാക്കിയുള്ള തിയറിസ്റ്റുകൾ പറഞ്ഞത്. പക്ഷേ അവിടെയാണ് നമ്മൾ പറഞ്ഞു നമ്മുടെ അഗസ്റ്റ് കോംപ്റ്റൻ്റെ പോസിറ്റിവിസത്തിനൊക്കെ ഓവർ റൈഡ് ചെയ്തുകൊണ്ടാണ് മാക്സ് വെബറിൻ്റെ ഇൻ്റർപ്രിറ്റേറ്റീവ് സോഷ്യോളജിക്കൽ തിയറീസ് വന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു. അതിൻ്റെ കാരണം ഇതാണ്, വെബർ ഈ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ ബേസിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിൻ്റെ ഫീലിങ്സും സബ്ജക്റ്റീവായിട്ടുള്ള ഐഡിയോളജി വെച്ചിട്ടാണ്, അതായത് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ആള് സോഷ്യോളജിയെ പഠിച്ചത്. അപ്പോൾ അതാണ് പറയുന്നത് വിച്ച് അറ്റംപ്റ്റ് ദ ഇൻ്റർപ്രിറ്റേറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ഇൻ്റർപ്രിറ്റേറ്റീവായിട്ട് മനസ്സിലാക്കുക, അതായത് ഈ പറഞ്ഞല്ലോ സബ്ജക്റ്റീവായിട്ട് മനസ്സിലാക്കുക. അതുവഴി എന്താണ് നമുക്ക് ആ ഒരു വിഷയത്തിൽ ആ ഒരു സോഷ്യൽ ആക്ഷൻ്റെ എക്സ്പ്ലനേഷനും അതേപോലെ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും. എന്തിന്? ആ ഒരു നടന്ന സോഷ്യൽ ആക്ഷൻ്റെ കോസ് ഇഫക്റ്റിന്, അതായത് കോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, വരാനുണ്ടായ കാരണം, അതേപോലെ അത് വന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഇമ്പാക്ട്സ്, ഈ രണ്ടിനെ കുറിച്ച് ഒരു കാഷ്വൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിയുന്നതാണ് ആര് പറഞ്ഞത്? മാക്സ് വെബർ പറഞ്ഞത്. ഇതുപോലത്തെ നല്ല നല്ല ഡെഫിനിഷൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ അത്യാവശ്യത്തിലധികം ഡെഫിനിഷൻസ് ഉണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം 3-4 പേസ്റ്റ് ചെയ്ത് വെച്ചതാണ്. സോ അടുത്തത് നമുക്ക് മീനിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലാറ്റിൻ വേർഡിൽ നിന്നാണ് സോഷ്യോളജി ഡിറൈവ് ചെയ്യണത്. സോഷ്യസ് എന്ന് പറഞ്ഞാൽ കമ്പാനിയൻ എന്നാണ് അർത്ഥം. അതേപോലെ ഗ്രീക്ക് വേർഡായിട്ടുള്ള ലോഗോസ് എന്നാണ് സ്റ്റഡി വന്നത്. സ്റ്റഡി അല്ലെങ്കിൽ സയൻസ് എന്നാണ് ലോഗോസിനെ നമ്മൾ പറയുക. നമ്മളിപ്പോൾ ലോഗോസ് എന്ന് പറയുന്നത് ഇപ്പോൾ സുവോളജി, സോഷ്യോളജി, സൈക്കോളജി, ഓളജി മീൻസ് ആ ഓളജി എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡായിട്ടുള്ള ലോഗോസാണ്. അതിൻ്റെ മീനിങ് ആണ് സ്റ്റഡി ഓർ സയൻസ് എന്ന് പറയുന്നത്. സോ സോഷ്യോളജി ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ ഇൻട്രാക്ഷൻസിനെ കുറിച്ചും അതേപോലെ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചും സോഷ്യൽ സ്ട്രക്ചറിനെ ഒക്കെ സോഷ്യോളജിയിൽ എക്സാമിൻ ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. അതേപോലെ നമ്മൾ നേച്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സയൻസാണ്. ഓൾസോ നമുക്ക് പലയിടത്തും നമുക്ക് വായിക്കാൻ പറ്റും സോഷ്യോളജി ഒരു സയൻസാണ്.
രണ്ടും കറക്റ്റാണ്. സോഷ്യോളജി ഒരു സോഷ്യൽ സയൻസ് ആണ്, അതേപോലെ തന്നെ സോഷ്യോളജി ഒരു സയൻസും ആണ്. അതേപോലെ സോഷ്യോളജി എംപിരിക്കലും ആണ്, തിയറിറ്റിക്കലും ആണ്. എംപിരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസസ് ഓർ എന്താ പറയുക എക്സ്പെരിമെൻറ്റ്സ്, അല്ലാതെ ഒരിക്കലും നമ്മുടെ ബേസിക് ഐഡിയാസോ ലോജിക്കോ വെച്ചിട്ടല്ല. നമ്മളത് കൃത്യമായി എക്സ്പെരിമെൻ്റ് ചെയ്ത് അതിൽ നിന്നൊരു ഔട്ട്കം നമ്മൾ കണ്ടെത്തും. അതല്ലെങ്കിൽ നമുക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും നമ്മൾ ആ ഒരു സ്റ്റഡിയിൽ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. അല്ലാണ്ട് ഒരിക്കലും നമ്മളൊരു അസംഷൻ വെച്ചിട്ട് അതിങ്ങനെ ആയിരിക്കും, അങ്ങനെയല്ല. നമ്മൾ കൃത്യമായി ടെസ്റ്റ് ചെയ്ത് നമ്മുടെ എക്സ്പെരിമെൻറ്റ്സിനെ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ബേസിലായിരിക്കും നമ്മളൊരു തിയറി, സോഷ്യോളജിക്കൽ തിയറി അറൈവ് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തിയററ്റിക്കലാണ് നമുക്കറിയാം. അതേപോലെ ജനറലൈസിങ് ആൻഡ് സ്പെസിഫിക്, അതായത് നമുക്കറിയാം സോഷ്യോളജിയിൽ നമ്മൾ ജനറലൈസ്ഡ് ആയിട്ട് കുറേ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കും. അതേപോലെ സ്പെസിഫിക് ടോപ്പിക്സും എടുത്ത് നമ്മൾ പഠിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജനറലൈസ്ഡ് ആയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എന്താ പറയുക സൊസൈറ്റിയിലുള്ള സ്ട്രക്ചറൽ ചേഞ്ചസ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂവിനെ കുറിച്ചോ നമുക്ക് ജനറലായിട്ട് നമുക്ക് വരുന്ന ഒരു ഇപ്പോൾ ഗ്ലോബലൈസേഷൻ ഒരു ജനറൽ ടോപ്പിക്കാണ്. അതേപോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് പർട്ടിക്കുലർ സൊസൈറ്റിയിലെ ഒരു ട്രൈബിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു വില്ലേജിനെ കുറിച്ച്, അതൊക്കെ സ്പെസിഫിക് സ്റ്റഡീസാണ്. അതേപോലെ സ്റ്റഡി ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്സ് നമുക്കറിയാം. സൊസൈറ്റിനെ കുറിച്ചും സോഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ചും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ് ഏറ്റവും അധികം നമ്മുടെ സോഷ്യോളജി പഠിക്കുന്നത്. അപ്പോൾ സോഷ്യൽ റിലേഷൻഷിപ്പ് അത് എന്തോ ആവാം, നമ്മൾ പറഞ്ഞു സമൂഹത്തിലെ ഏത് റിലേഷൻസും ആവാം. അതായത് ചിലപ്പോൾ എന്താവാം ഇൻഡിവിജ്വലും തന്നെ ആവാം, ഇൻഡിവിജ്വലും ഗ്രൂപ്പ്സും തമ്മിലാവാം, ഇൻഡിവിജ്വലും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും തമ്മിലുള്ള റിലേഷൻസ് ഉണ്ട്. അതേപോലെ സൊസൈറ്റികൾ തമ്മിലുള്ള റിലേഷൻസ്, ഇതെല്ലാത്തിനെ കുറിച്ച് നമ്മൾ സോഷ്യോളജിയിൽ പഠിക്കും. അതേപോലെ സോഷ്യോളജിയുടെ അതേപോലെയുള്ള ഒരു നേച്ചറാണ് ഇത്. പ്യുവറാണ്, അപ്ലൈഡും ആണ്. നമുക്കിതിനെ ഒരു പ്യുവർ സയൻസ് ആയിട്ടും പറയാം, അപ്ലൈഡ് സയൻസ് ആയിട്ടും പറയാം. എന്ന് വെച്ചാൽ ചിലയിടത്ത് പക്ഷേ നമ്മൾ ഫീച്ചറിൽ പറയും സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു പ്യുവർ സയൻസാണ്, പക്ഷേ അപ്ലൈഡ് സയൻസ് അല്ല. കാരണം ആപ്ലിക്കേഷൻ ലെവൽ കുറവാണ്. പക്ഷേ സംവർ അതിൻ്റെ നേച്ചർ സ്കോപ്പ് പറയണ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നമുക്ക് ചിലപ്പോൾ ഇറ്റ്സ് നോട്ട് എ അപ്ലൈഡ് സയൻസ് എന്ന് പറയും. നമുക്ക് ഈ പറഞ്ഞ പോലെ പലയിടത്തും പല റെഫറൻസാണ്. പക്ഷേ നേച്ചർ പറയുകയാണെങ്കിൽ നമുക്ക് അപ്ലൈഡ് ആയിട്ടും യൂസ് ചെയ്യാം. ബേസിക്കലി നമുക്ക് സോഷ്യോളജിയെ ഒരു അപ്ലൈഡ് സയൻസ് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരും. അതായത് വെരിഫൈ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും സബ്ജക്റ്റീവ് ആകുമ്പോൾ. അതാണ് നേച്ചറിൽ നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മുടെ സ്കോപ്പ് നമ്മൾ ഓൾറെഡി കുറേ അധികം പറഞ്ഞു, സ്കോപ്പ് ഓഫ് സോഷ്യോളജി. പക്ഷേ ഇത് ബേസിക്കായിട്ട് നമ്മുടെ സ്കോപ്പ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളതൊരു ആസ് എൻ ഡിസിപ്ലിൻ സ്കോപ്പാണ് നമ്മൾ പറഞ്ഞത്. അതല്ലാണ്ട് സോഷ്യോളജിയുടെ സ്കോപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റഡി ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ പറഞ്ഞു. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ഫാമിലി, റിലീജിയൻ, ഇക്കോണമി അങ്ങനെയുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പഠിക്കും. അത് ഏത് സമൂഹത്തിലെ ആയാലും. അതേപോലെ സോഷ്യൽ ഗ്രൂപ്പ്സിനെ കുറിച്ചും ഇൻട്രാക്ഷൻസിനെ കുറിച്ചും നമ്മൾ പഠിക്കും. അതായത് ഒരു സോഷ്യൽ ഗ്രൂപ്പും മറ്റൊരു സോഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ സോഷ്യൽ ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള അങ്ങനെ പലതരത്തിലുള്ള ഇൻട്രാക്ഷൻസിനെ കുറിച്ച് പഠിക്കും. അതേപോലെ സമൂഹത്തിലെ സോഷ്യൽ ചേഞ്ചസിനെയും ഡെവലപ്മെൻറ്റ്സിനെയും കുറിച്ച് പഠിക്കും. അതേപോലെ ഓരോ സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ കൾച്ചേഴ്സും നോംസും ഉണ്ട്. ഇപ്പോൾ ഇന്ത്യ തന്നെ നമുക്കറിയാം അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് മൾട്ടി ലിംഗ്വലാണ്, അതേപോലെ മൾട്ടി എത്നിക്കാണ്, അതേപോലെ മൾട്ടി കൾച്ചറാണ്. കുറേ ഇഷ്ടം പോലെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയാണ് നമുക്ക് ഇന്ത്യയിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഓരോ സൊസൈറ്റിയും അത്ര അധികം കോംപ്ലക്സാണ്. അപ്പോൾ ഈ ഒരു കോംപ്ലക്സിറ്റീനെ കുറിച്ചും അതേപോലെ അവിടെ ഉണ്ടാവുന്ന നോംസ്, വാല്യൂസ്, സോഷ്യൽ ഓർഡർ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. അതേപോലെ സമൂഹത്തിലെ സോഷ്യൽ പ്രോബ്ലംസും അതിന് വേണ്ട സൊല്യൂഷൻസിനെ കുറിച്ചും നമ്മൾ സോഷ്യോളജിയിൽ പഠിക്കും. അടുത്തത് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഓഫ് സോഷ്യോളജി. ഇതാവും നിങ്ങൾ കേൾക്കാൻ ചാൻസ് കുറഞ്ഞുണ്ട്. ബാക്കിയൊക്കെ ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സോഷ്യോളജിയുടെ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ആണ് നമ്മൾ പറയില്ലേ. ഇപ്പോൾ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സംഭവം അത് പൂർണ്ണമാവുന്നത് നമ്മൾ പറയില്ലേ അതിൻ്റെ എലമെൻറ്റ്സ് ഫുള്ളാവുമ്പോഴാണ്.
അങ്ങനെ സോഷ്യോളജീനെ ഫുൾഫിൽ ചെയ്യുന്ന കുറച്ച് എലമെൻസാണ് ഇവർ. എന്തൊക്കെ? സൊസൈറ്റി, ആ സൊസൈറ്റിയുടെ കൾച്ചർ, ആ സൊസൈറ്റിയുടെ സോഷ്യലൈസേഷൻ, അതേപോലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓൾസോ ദ സോഷ്യൽ ചേഞ്ചസ്. ഇതൊക്കെയാണ് ഒരു സോഷ്യോളജിയുടെ മെയിൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് സോഷ്യോളജി നിലനിന്ന് പോകുന്ന അതിൻ്റെ മേജറായിട്ടുള്ള എലമെൻറ്റ്സാണിത്. അപ്പോൾ നമുക്കറിയാം സൊസൈറ്റി എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്താണ് സമൂഹത്തെ, അതായത് നമ്മൾ സോഷ്യോളജിയിൽ പഠിക്കുന്നത് ഈ സമൂഹത്തെക്കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് എലമെൻ്റാണ്, ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റാണ് സൊസൈറ്റി. ആ സൊസൈറ്റിയിൽ ഒരു കൾച്ചർ ഉണ്ടാവും, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും സോഷ്യോളജിയിൽ. മേജർലി നമ്മുടെ ഈ ഒരു കൾച്ചറൽ, അതായത് ഇന്ത്യൻ സൊസൈറ്റിയിലേക്ക് പഠിക്കും നമ്മൾ കൂടുതൽ ഈ കൾച്ചർ ബേസ്ഡ് സ്റ്റഡീസ് ആയിരിക്കും കൂടുതൽ നമുക്ക് ഉണ്ടാവുക. അതേപോലെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ മേജർ കമ്പോണൻ്റാണ് സോഷ്യലൈസേഷൻ ഏജൻസ് എന്ന് പറയുന്നത്. സോ അതേപോലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറിച്ച് നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സോഷ്യൽ ചേഞ്ച്, സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ നമ്മൾ സോഷ്യൽ ചേഞ്ചസിനെ കുറിച്ച് നമ്മളിപ്പോൾ പറയണ യൂറോപ്പിലുണ്ടായ നമ്മുടെ ഫസ്റ്റ് സോഷ്യോളജിയുടെ എമർജൻസ് തന്നെ സമൂഹത്തിലുണ്ടായ ഒരു സോഷ്യൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ടാണ് സോഷ്യോളജി എമേർജ് ആയത്. നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ, അതേപോലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻസ്, എൻലൈറ്റ്മെൻറ്റ്, ഇതിനൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന മാറ്റത്തെയാണ് നമ്മൾ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുക. അതുപോലെ ബ്രാഞ്ചസ് ഓഫ് സോഷ്യോളജിയുടെ ബ്രാഞ്ചസ് ആണ്. നമുക്കറിയാം ജനറൽ സോഷ്യോളജി ഉണ്ട്, അതായത് ബേസിക്കായിട്ട് നമ്മുടെ തിയററ്റിക്കലോ അതേപോലെ മെത്തഡോളജിക്കൽ സോഷ്യോളജീനെയാണ് നമ്മൾ ബേസിക് സോഷ്യോളജി എന്ന് പറഞ്ഞത്. ഇതേപോലെ നമ്മൾ സ്കോപ്പിൽ നമ്മൾ പറഞ്ഞു തോന്നുന്നുണ്ട്. റൂറൽ ആൻഡ് അർബൻ സോഷ്യോളജി ഉണ്ട്, അതേപോലെ പൊളിറ്റിക്കൽ സോഷ്യോളജി ഉണ്ട്, റിലീജിയൻ്റെ സോഷ്യോളജി ഉണ്ട്, എഡ്യൂക്കേഷണൽ സോഷ്യോളജി ഉണ്ട്, അതേപോലെ ക്രിമിനോളജി ആൻഡ് ഡീവിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോഷ്യോളജി ഉണ്ട്. അതിൽ ലാസ്റ്റത്തിൽ നമ്മൾ എന്താ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു ക്രൈംസ് ഉണ്ടാവുന്നത്, അതിൽ നിന്ന് എങ്ങനെയാണ് ഡീവിയൻസ് വരുന്നത്, അതിൻ്റെ സർക്കംസ്റ്റൻസസ് എങ്ങനെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോവർട്ടിയിൽ നിന്ന് ക്രൈംസ് ഉണ്ടാവാം, അത് എന്തുകൊണ്ട് ഉണ്ടാവാം, ഇന്നിക്വാലിറ്റി വഴി, അങ്ങനെ റൂട്ട് ചെയ്ത് നമ്മൾ പഠിക്കും. ആണ് ബ്രാഞ്ചസിൽ പറയും. ഇപ്പോൾ സിഗ്നിഫിക്കൻസ്, സോഷ്യോളജി പഠിക്കുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ സൊസൈറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. ആസ് എൻ UPSC ആസ്പിറൻറ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അത്, കാരണം നമ്മൾ ഫ്യൂച്ചർ സിവിൽ സർവൻസ് ആണ്. നമുക്ക് സമൂഹത്തെക്കുറിച്ച്, കാരണം നമ്മൾ സമൂഹത്തിലിറങ്ങി വർക്ക് ചെയ്യേണ്ട ആൾക്കാരാണ്. ഒരിക്കലും നമുക്കൊരു കോപ്പറേറ്റീവ് വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കില്ല. മീൻസ് നമ്മുടെ പ്രോഫിറ്റ് മേക്കിംഗ് അല്ല നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ അല്ലെങ്കിൽ നമ്മുടെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി. നമ്മുടെ DPSPയിൽ പറയുന്നുണ്ട് നമ്മുടെ വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി. അത് പ്രാവർത്തികമാക്കേണ്ടത് ആരാണ്? നമ്മൾ ബ്യൂറോക്രാറ്റ്സ് അല്ലെങ്കിൽ ഈ സമൂഹത്തിന് സെർവ് ചെയ്യുന്ന സിവിൽ സർവൻസ് ആണ്. ഇത് നമ്മൾ ഈ പറഞ്ഞല്ലോ സമൂഹത്തിൻ്റെ വെൽബീയിങ് കൊണ്ട് നടക്കേണ്ടത്, പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, അതേപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സോ അതിന് നമുക്ക് എന്ത് വേണം? സൊസൈറ്റിയെക്കുറിച്ച് നല്ലൊരു ധാരണ വേണം. നമ്മുടെ സമൂഹം എങ്ങനെയാണ് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ പഠിച്ച് ഫോറിൻ സൊസൈറ്റിയിൽ ജീവിച്ച് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരാൾക്ക് നമ്മുടെ സമൂഹത്തിൽ വന്ന് പെട്ടെന്ന് ഒരു IAS IPS ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, സാധിക്കില്ല. കാരണം നമ്മുടെ സമൂഹം, അതിന് നമ്മൾ പഠിക്കണം. സമൂഹം എന്താണെന്ന് പഠിക്കണം. നമ്മുടെ സൊസൈറ്റി എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഫോറിൻ കൺട്രീസിൽ കണ്ടുവന്ന സാഹചര്യങ്ങൾ വെച്ച് നമുക്ക് ഒരിക്കലും നമ്മുടെ സൊസൈറ്റിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സമൂഹം എന്താണെന്ന് നമുക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു സൊസൈറ്റിയിലെ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നമുക്ക് ഒരു കുറവിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കൂട്ടം ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവരെ ആവശ്യങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെക്കുറിച്ച് അറിയണം, അവരെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണം. അല്ലാണ്ട് ഒരിക്കലും നമുക്ക് അത് അഡ്രസ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ ആരെങ്കിലും റൈസ് ചെയ്ത് വരുമ്പോൾ ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയണം. ആ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് അറിയണം, ആ ഒരു ലൊക്കാലിറ്റിയെ കുറിച്ച് അറിയണം, അവരെ കൾച്ചർ എന്താണെന്ന് അറിയണം, മീൻസ് അതിൻ്റെ ഒരു കോസ് ആൻഡ് ഇഫക്റ്റിനെ കുറിച്ച് അറിയണം. ഇതൊക്കെ തന്നെയാണ് നമ്മൾ സോഷ്യോളജിയിൽ പഠിക്കുന്നത്. ഒരു സമൂഹത്തെ കണ്ടാൽ എങ്ങനെ ആ സമൂഹത്തിലെ പ്രശ്നങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ സോഷ്യോളജിയിൽ പഠിക്കുന്നത്. അതേപോലെ നമ്മൾ തിങ്കേഴ്സിൻ്റെ തിയറീസ് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യണത് ഈ പറഞ്ഞ പോലത്തെ സോഷ്യൽ പ്രോബ്ലംസും സോഷ്യൽ ഫിനോമിനൻസ് ഹാപ്പൻ ചെയ്യുമ്പോൾ അതിന് ഒരു സൊല്യൂഷൻ
കണ്ടെത്തുന്ന സമയത്താണ് നമുക്ക് ഈ തിയറീസൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. അത് ഇന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതുകൊണ്ട് നമുക്ക് സൊസൈറ്റി എന്താണെന്ന് അറിയാൻ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്നത് നമ്മൾ സോഷ്യോളജി പഠിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഏതൊരു സൊസൈറ്റിയും എങ്ങനെയായിരിക്കും നമ്മൾ സോഷ്യോളജിയിൽ പഠിക്കുന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ പേപ്പർ 2 നമ്മൾ പർട്ടിക്കുലർലി നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ സോഷ്യോളജി എന്ന പേപ്പർ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് സൊസൈറ്റി എന്താണ്, അതുപോലെ സോഷ്യൽ ചേഞ്ചസ് എന്താണ്, നമ്മുടെ കണ്ടംപററി വേൾഡിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ടിൽ നൗ നമുക്കറിയാൻ പറ്റും. പക്ഷേ നമ്മൾ പേപ്പർ 2 എന്ന് പറയുന്നത് UPSC എന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പ്രൊഫഷനെ സംബന്ധിച്ച് ഏറ്റവും ഉപകരിക്കുന്ന പേപ്പറാണ് നമ്മുടെ പേപ്പർ 2 എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളതിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിൽ എല്ലാ ആസ്പെക്ട്സും ഉണ്ട്. അതായത് കാസ്റ്റ്, റിലീജിയൻ, അതേപോലെ ക്ലാസ്, ഓർഡർ, എന്തൊക്കെയാണ് സമൂഹത്തിൽ ഇന്ത്യൻ സൊസൈറ്റിയിലുള്ളത്, എന്തൊക്കെ മാറ്റങ്ങളാണ് സൊസൈറ്റിയിൽ കൊണ്ടുവന്നത്, എന്തൊക്കെ റിഫോമിസ്റ്റ് മൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്, എല്ലാത്തിനെ കുറിച്ചും നമ്മൾ പഠിക്കേണ്ടി. ഇനി എങ്ങനെ ഈ പറഞ്ഞ സോഷ്യലി, ഇക്കണോമിക്കലി, പൊളിറ്റിക്കലി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും നമുക്ക് ഈ ഒരു ബേസ് പഠിക്കുന്നതുകൊണ്ട്, പേപ്പർ 2 ബേസിക് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. സോ സൊസൈറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സോഷ്യോളജി ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമുക്ക് ഈ പറഞ്ഞല്ലോ സമൂഹത്തിലെ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചൊരു ഇൻസൈറ്റ്, നമുക്കൊരു അവബോധം ഉണ്ടാവും. ഇതൊക്കെയാണ് സൊസൈറ്റിയിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സോഷ്യോളജി ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഈ പോളിസി മേക്കിങ്ങിനായാലും സോഷ്യൽ പ്ലാനിങ്ങിലായാലും ഹെൽപ്പ് ചെയ്യും. അതേപോലെ സോഷ്യൽ ഇൻട്രാക്ഷൻസ്, അതേപോലെ അവെയർനെസ്, ഇതൊക്കെ എൻഹാൻസ് ചെയ്യും. അതേപോലെ കോൺട്രിബ്യൂട്ട് ടു ഹ്യൂമൻ വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഹ്യൂമൻ വെൽഫെയറിനും ഡെവലപ്മെൻറ്റിനും വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ, അതായത് ഈ പറഞ്ഞ പോലെ അതെങ്ങനെ ഹ്യൂമൻ വെൽഫെയറും ഡെവലപ്മെൻറ്റും നമ്മളെങ്ങനെയാണ് കൊണ്ടുവരിക, ബെറ്റർ പോളിസി മേക്കിങ്ങും സോഷ്യൽ പ്ലാനിങ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത് എന്തുവഴി നമുക്ക് നടക്കും? സൊസൈറ്റിയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന വഴി മനസ്സിലാക്കും. സൊസൈറ്റിയെ നമ്മളെങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും? സോഷ്യോളജി പഠിച്ചുകൊണ്ട്. ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി റിലേഷൻസൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താ സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും എന്തിനെക്കുറിച്ച്, കൾച്ചറിനെ കുറിച്ചും ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ചും പഠിക്കും. സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും ഗവേണൻസിനെ കുറിച്ചും പവർ സ്ട്രക്ചറിനെ കുറിച്ചും രണ്ടിലും പഠിക്കുന്നുണ്ട്. സോഷ്യോളജി, സൈക്കോളജി എന്തിനെക്കുറിച്ച് പഠിക്കുന്നത്? സോഷ്യൽ ബിഹേവിയറിനെ കുറിച്ചും ഇൻഡിവിജ്വൽ സൈക്കിക്കിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. രണ്ടിലും ഇത് പഠിക്കുന്നുണ്ട്. അതേപോലെ സോഷ്യോളജിയിലും ഇക്കണോമിക്സിലും നമ്മൾ പഠിക്കുന്നതാണ് ഇമ്പാക്റ്റ് ഓഫ് ഇക്കണോമിക് സ്ട്രക്ചർ ഓൺ സൊസൈറ്റി. നമ്മൾ പറഞ്ഞു ഇക്കണോമിക്സിൽ ഇക്കണോമിക് ആക്ടിവിറ്റീനെ കുറിച്ച് മാത്രം, എന്നാലും സൊസൈറ്റിയിൽ ഇക്കണോമിക് സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ ഇക്കണോമിക്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് റിലേഷൻസ്. ഇതിപ്പോൾ നിങ്ങൾക്കൊരു റിവിഷൻ പോലെ ആയിട്ടുണ്ടാവും ഒന്നും കൂടെ ഇത് കേൾക്കുമ്പോൾ. അത് നമ്മുടെ കീ തിങ്കേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് ഇവർ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരെ നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമോ അത്രത്തോളം മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഇവരെയും ഇവരുടെ ഈ തിയറീസിനെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് അഗസ്റ്റ് കോംപ്റ്റ് നമ്മുടെ ഫാദർ ഓഫ് സോഷ്യോളജി ആണ്. ആളുടെ ഫേമസ് ആയിട്ടുള്ള തിയറി എന്ന് പറഞ്ഞാൽ പോസിറ്റിവിസം, അതേപോലെ പോസിറ്റീവ്സും അതേപോലെ ലോ ഓഫ് 3 സ്റ്റേജസ് ആണ്. ലോ ഓഫ് 3 സ്റ്റേജസിൽ എന്താ പറയുന്നത് വെച്ചാൽ 3 സ്റ്റേജസിലായിട്ടുള്ള നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കോംപ്റ്റയുടെ തിയറികൾ പഠിക്കുമ്പോൾ പറയും. അതിൽ തിയോളജിക്കൽ സ്റ്റേജ്, മെറ്റാഫിസിക്കൽ സ്റ്റേജ്, അതേപോലെ സയൻറ്റിഫിക് സ്റ്റേജ്, ഇങ്ങനെ 3 സ്റ്റേജസാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ തിയറിസ്റ്റുകളെ കുറിച്ച് കൂടുതൽ വായിക്കുമ്പോൾ തെറ്റിപ്പോകരുത്. ഈ 3 സ്റ്റേജസിനെ കുറിച്ചാണ്. സ്റ്റേജസ് ഓഫ് ഇത് പറയാം. ലോ ഓഫ് 3 സ്റ്റേജസ് വേറെ തിയറീസ് നിങ്ങൾക്ക് ചിലപ്പോൾ വരാം. ഇതാണ് അതിലത്തെ തിയറി എന്ന് പറയുന്നത്. പിന്നെ കാർൽ മാർക്സിൻ്റെ കോൺഫ്ലിക്റ്റ് തിയറി, എമൽ ഡർക്കെയിമിൻ്റെ സോഷ്യൽ ഫാക്ട്സ് ആൻഡ് ഫങ്ഷണലിസം, അതേപോലെ എമൽ ഡർക്കെയിമിൻ്റെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൂയിസൈഡ്, തിയറി ഓഫ് സൂയിസൈഡ്, അതേപോലെ ഡിവിഷൻ ഓഫ് ലേബറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സ് വെബറിൻ്റെ ബ്യൂറോക്രസിയും സോഷ്യൽ ആക്ഷനും, ഹെർബർട്ട് സ്പെൻസറിൻ്റെ സോഷ്യൽ ഡാർവിനിസം, കാർൽ മാർക്സിൻ്റെ കോൺഫ്ലിക്റ്റ് തിയറി, ക്ലാസ് ആൻഡ് ക്ലാസ് സ്ട്രഗിളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസാണ്. സോ അതൊക്കെയാണ് ഇനി ബേസിക് സോഷ്യോളജിക്കൽ കൺസെപ്റ്റ്സ്.
അപ്പോൾ നമ്മൾ ഇത്ര നേരം ബേസിക്സ് ഓഫ് സോഷ്യോളജി സോഷ്യോളജിയിലുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സാണ് ഞാൻ പറഞ്ഞു. സോഷ്യൽ നോംസ്, വാല്യൂസ്, റോള്, സ്റ്റാറ്റസ്, ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ എലമെൻറ്റ്സിൽ പറഞ്ഞില്ലേ, ആ എലമെൻറ്റ്സിൽ സോഷ്യൽ നോംസ് കൾച്ചറിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ സോഷ്യൽ നോംസ്, വാല്യൂസ്, റോൾസ്, സ്റ്റാറ്റസ്, സോഷ്യലൈസേഷൻ. സോഷ്യൽ നോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ബിഹേവിയർ ഉണ്ട്. അതായത് സോഷ്യൽ നോംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കണം പെരുമാറേണ്ടത്, അതിനെയാണ് സോഷ്യൽ നോംസ് എന്ന് പറയുക. അതായത് സമൂഹം പ്രതീക്ഷിക്കുന്ന ഒരു അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ബിഹേവിയർ ഉണ്ട് നമ്മൾ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കും, നമ്മൾ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. അതേപോലെ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, മൂല്യങ്ങൾ. അതായത് നമുക്ക് കുറേ നമ്മൾ പറയില്ലേ, എനിക്ക് കുറേ വാല്യൂസ് ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ മൂല്യങ്ങൾക്ക് എതിരാണതെന്ന് പറയില്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ശരി തെറ്റെന്ന് ഉണ്ടാവും, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ ഒരാളുടെ വിശ്വാസം, അതായത് ഇപ്പോൾ ഒരു റിലീജിയൻ വെച്ച് ഞാൻ പറയണില്ല, ഇതിലിപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ റിലീജിയൻ വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സിംപ്ലി മനസ്സിലാക്കാം. ഇപ്പോൾ ഒരാളുടെ വിശ്വാസത്തിൽ അത് തെറ്റായിരിക്കും, പക്ഷെ മറ്റൊരാളുടെ വിശ്വാസത്തിൽ അത് ശരിയായിരിക്കും. അങ്ങനെ ചെയ്യണം എന്നായിരിക്കും, പക്ഷെ നമ്മുടെ ഇതിൽ തെറ്റായിരിക്കും. അപ്പോൾ നമ്മൾ പറയില്ലേ, എൻ്റെ വിശ്വാസത്തിന് അത് എതിരാണ്, അപ്പോൾ എനിക്കത് തെറ്റാണ്, പക്ഷെ മറ്റൊരാൾക്കത് ശരിയായിരിക്കും. അപ്പോൾ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൾച്ചറൽ ബിലീഫാണ്, എന്ത് ശരി എന്ത് തെറ്റെന്നുള്ളത്. അതേപോലെ ഇപ്പോൾ മോസ്റ്റ് കോമൺലി വാല്യൂസ് പലപ്പോഴും ഒരു സമൂഹത്തെ എടുക്കുമ്പോൾ മൊത്തത്തിൽ എപ്പോഴും വാല്യൂസ് സിമിലർ ആയിരിക്കും. അതായത് സമൂഹത്തിൽ ഇപ്പോൾ ഇപ്പോൾ ഒരു ഇതെന്ത് ചെയ്യുക, മോഷണം എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂസിന്, പക്ഷേ അതിലും കുറച്ചുകൂടെ ബിലീഫ് റിലേറ്റഡ് ആയിട്ടാണ് നമ്മളിവിടെ വാല്യൂസിനെ എടുത്ത് പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞ പോലെ മോഷണം എന്ന് പറയുന്നത് ചിലപ്പോൾ എനിക്ക് ശരിയായിരിക്കും, എനിക്കത് തെറ്റായിരിക്കും, ശരി എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാകും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, നരബലി, അത് എനിക്ക് ചിലപ്പോൾ അത് ശരിയായിരിക്കും. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു ജീവൻ കൊടുക്കണം, ദൈവത്തിന് അങ്ങനെ കൊടുക്കണം എന്നായിരിക്കും എൻ്റെ വിശ്വാസം. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല, അത് തെറ്റാണ്, അത് ഹ്യൂമാനിറ്റിക്ക് എതിരാണ്. ഒബ്വിയസ്ലി അത് ഹ്യൂമാനിറ്റിക്ക് എതിരാണ്, ഒരു തർക്കവും ഇല്ല. അങ്ങനെ ഒരാളുടെയും ജീവൻ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല, എടുക്കാൻ അവകാശം നമുക്കില്ല. അതും ഒരു വാല്യൂ ആണ്. എൻ്റെ ഒരു വാല്യൂ എന്ന് പറയണത്, നമുക്കായിരിക്കും ഒരാളുടെ ജീവൻ എടുക്കാനുള്ള അധികാരമില്ല. നമുക്ക് ജീവൻ തന്ന ആ ഒരാൾക്ക് നമ്മുടെ ജീവൻ എടുക്കാനുള്ള അധികാരം ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഈവൻ നമ്മുടെ പാരൻസ് ആണെങ്കിൽ പോലും അതിനുള്ള അധികാരം ഒരു മനുഷ്യനും അങ്ങോട്ടും ഇങ്ങോട്ടും ജീവൻ എടുക്കാനുള്ള അധികാരമില്ല. സോ അതാണ് എൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. എനിക്ക് അത് അൾട്ടിമേറ്റ്ലി തെറ്റാണ്, പക്ഷേ അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരിക്കും. അതേപോലെ അടുത്ത ഒരു കോൺസെപ്റ്റാണ് റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, റോൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റാറ്റസുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ റോള് പറയണേക്ക് പിന്നെ സ്റ്റാറ്റസ് എന്താണെന്ന് പറയുക. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ പൊസിഷൻ വിത്തിൻ എ ഗ്രൂപ്പ്. അതായത് ഒരു ഗ്രൂപ്പിൽ നമുക്കൊരു പൊസിഷൻ ഉണ്ടാവും. അപ്പോൾ റോൾ എന്ന് പറഞ്ഞാലോ ആ ഒരു ആ പൊസിഷനിൽ നിന്നിട്ട് നമ്മൾ സൊസൈറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്ന നമ്മുടെ ഒരു ബിഹേവിയർ ഉണ്ട്, അതാണ് റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു സമൂഹത്തിൽ ഉണ്ടാവുന്ന ഒരു പൊസിഷനാണല്ലോ നമ്മൾ എന്താ പറയുക, സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ പറയില്ലേ എൻ്റെ സ്റ്റാറ്റസിന് ചേർന്നതല്ല അതെന്താ പറയുന്നത്, നമുക്ക് സമൂഹത്തിലൊരു പൊസിഷൻ ഉണ്ട്, നമ്മൾ ഇന്ന ഒരാളാണ്, അപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. സ്റ്റാറ്റസിന് എക്സാമ്പിളായിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു കളക്ടർ എടുക്കാം. ഇപ്പോൾ കളക്ടർ എന്ന് പറഞ്ഞ ആൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഒരു IAS ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഹൈ സോഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കും. അപ്പോൾ ആളെങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യേണ്ടത്, വെൽ മാനറിസംസ് കാണിക്കണം. ഒരിക്കലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യണം, നല്ല ഭാഷയായിരിക്കണം യൂസ് ചെയ്യണം. അതേപോലെ ആൾ ചെയ്യുന്ന പ്രവർത്തികൾ അത്രയും നീറ്റായിരിക്കണം. പക്ഷേ അതിന് പകരം മീൻസ് ആ ഒരാൾക്ക് ഇപ്പോൾ കുടിച്ച് അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് ബോധമില്ലാത്ത രീതിയിൽ, കാരണം സമൂഹത്തിൽ റെപ്രസെൻറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരാൾ അങ്ങനെ ചെയ്യാൻ പാടോ? ഇല്ല. അതാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ സോഷ്യൽ സ്റ്റാറ്റസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കള്ളു കുടിക്കണം എന്നല്ല പറയണത്, പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓരോ ഇതിലിരിക്കുമ്പോൾ നമ്മൾ അപ്ഹോൾഡ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്.
മീൻസ് നമ്മൾ ഇപ്പോൾ നമുക്ക് കുറേ സീരിയസ്നെസ് നമ്മൾ കാണിക്കേണ്ടടുത്ത് കാണിക്കുക തന്നെ വേണം. നമ്മൾ എത്ര ചൈൽഡിഷാന്ന് പറഞ്ഞാലും നമ്മളൊരു റെസ്പോൺസിബിലിറ്റിയിലേക്കാണ് നമ്മളൊരു പൊസിഷൻ കിട്ടുന്നത്. അപ്പോൾ അതിൽ നിൽക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ വേണം പെർഫോം ചെയ്യാൻ. അപ്പോൾ ഈ പറഞ്ഞ സോഷ്യൽ സ്റ്റാറ്റസ്, നമ്മുടെ മേൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് വന്നു കഴിഞ്ഞാൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ വേണം. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ റോൾസ് വരുന്നത്. അപ്പോൾ ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ച് റോളുകൾ ഉണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സോഷ്യൽ സ്റ്റാറ്റസ് പറയണമെന്നുണ്ടെങ്കിൽ, സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് ആയിപ്പോയി, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പ്രൊഫഷണൽ സ്റ്റാറ്റസ് ആണ് ഈ പറയുന്നത്. നമുക്ക് ഈ IAS IPS എന്നൊക്കെ പറയുന്നത്. നമ്മുടെ സോഷ്യലിൽ ഏറ്റവും ബേസിൽ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫാമിലി എടുക്കുക. ഫാമിലിയിൽ ഫാദർ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ പറയാം, നമുക്ക് സിമ്പിളി നമ്മുടെ വീട്ടിൽ നിന്ന് ചിന്തിക്കുക. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എത്ര നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആം ആസ് നസ്രിൻ നാസർ, ഇതാണ് എൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. എൻ്റെ റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോൾസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വളർന്ന് നമുക്ക് ഒരു ഇതായി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് അതായിരിക്കും. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഒരു സിവിൽ സർവൻ്റായി, അപ്പം ഞാനങ്ങനെ ജോലി ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു സിവിൽ സർവൻ്റാണ്, എൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് അതാണ്. റോൾസ് നമുക്ക് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ടീച്ചറായിട്ടോ അല്ലെങ്കിൽ പുറത്ത് ഞാനിപ്പോൾ ചിലപ്പോൾ ഒരു സിവിൽ സർവൻ്റായിട്ടോ വർക്ക് ചെയ്യുന്നുണ്ടാവും. അതേ ഞാൻ തന്നെ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാനൊരു ചേച്ചിയാവും, അമ്മയാവും, ഭാര്യയാവും, മകളാവും, മരുമകളാവും, എന്തൊക്കെയാവും. കാരണം എൻ്റെ സോഷ്യൽ എൻ്റെ റോൾസ് മാറുന്നത് കണ്ടോ. അതാണ് സ്റ്റാറ്റസ് നമുക്ക് ഒന്നേ ഉണ്ടാവുള്ളൂ, പക്ഷേ റോളുകൾ നമുക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഓരോ റോളിനനുസരിച്ച് നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അതാണ് സോഷ്യൽ സ്റ്റാറ്റസ്. നമുക്ക് സമൂഹത്തിലൊരു പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ പെർഫോം ചെയ്യണം. അതല്ലാണ്ട് നമുക്ക് സമൂഹത്തിൽ റോളുകൾ അതിലൊതുങ്ങുന്നില്ല. റോൾസ് പറയുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോൾസിനെ കുറിച്ച് പറയേണ്ടി വരും. അത് നമുക്ക് ഈ നമ്മുടെ ബേസിക്സിൻ്റെ വേറെ മറ്റുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു ടോപ്പിക്ക് എടുക്കുമ്പോൾ നമുക്ക് പറയാം. ഇപ്പോൾ റോളുകൾ പറയണമെന്നുണ്ടെങ്കിൽ മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സിലബസിൽ റോളിനെ കുറിച്ച് അധികം പറയണില്ല. അതുകൊണ്ട് നിങ്ങൾ NCERT വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഈ പറഞ്ഞ സ്റ്റാറ്റസ് ആൻഡ് റോളിനെ കുറിച്ച് വായിക്കാൻ പറ്റും. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇപ്പോൾ നമ്മൾ ഷേക്സ്പിയറിൻ്റെ ഒരു കോട്ടുണ്ട്, അതിൽ പറയുന്നുണ്ട് നമ്മളെല്ലാവരും ഒരു ഡ്രാമയുടെ ആക്ടേഴ്സാണ്. നമ്മൾ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ റോൾസ് മാറ്റിക്കൊണ്ടേയിരിക്കും. അത് സത്യമാണ്. കാരണം ഇപ്പം ഞാനെന്നൊരാൾക്ക് പല റോളുകളും പെർഫോം ചെയ്യണം. എൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു ഡ്രാമ, ലൈഫ് ഈസ് എ ഡ്രാമ എന്നാണ് ഷേക്സ്പിയർ പറയുന്നത്. അപ്പോൾ അതേപോലെ എൻ്റെ ജീവിതം ഒരു ഡ്രാമയായിട്ട് എടുക്കുമ്പോൾ അതിലെ ആക്ടർ ഞാനാണ്. എനിക്ക് പല റോളുകളും അതിൽ അഭിനയിക്കേണ്ടി വരുന്നു. അതായത് ഈ പറഞ്ഞ പോലെ അമ്മയായിട്ടും ചേച്ചിയായിട്ടും സഹോദരിയായിട്ടും അനിയത്തിയായിട്ടും ഭാര്യയായിട്ടും എനിക്ക് കുറേയധികം ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ സമൂഹത്തിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ ജോലി അനുസരിച്ച് എനിക്ക് വേറെ റോളുകൾ പെർഫോം ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കിട്ടുന്ന സ്റ്റാറ്റസ്. ഇപ്പോൾ ഞാൻ മാരീഡായി, അതെൻ്റെ ഒരു മാരിറ്റൽ സ്റ്റാറ്റസാണ്. നമുക്ക് സോഷ്യലിൽ പല സ്റ്റാറ്റസ് ഉണ്ട്. അതിലിപ്പോൾ ഞാൻ മാരീഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് മാരിറ്റൽ സ്റ്റാറ്റസ് കിട്ടി. മാരിറ്റൽ സ്റ്റാറ്റസ് കിട്ടിയാൽ ഞാൻ പെർഫോം ചെയ്യേണ്ട റോൾസ് എന്ന് പറയുന്നത് ഭാര്യയായിട്ട്, അതേപോലെ തന്നെ കുട്ടികളുടെ അമ്മയായിട്ട് പെർഫോം ചെയ്യണം, അതേപോലെ മരുമകളായിട്ട് പെർഫോം ചെയ്യണം, ഏട്ടത്തിയായിട്ട് പെർഫോം ചെയ്യണം. കണ്ടോ? അതേപോലെ ഞാനിപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഒരു മകളായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ മകളായി കഴിയുമ്പോൾ എനിക്ക് അവിടെ വരുന്ന റോള് തന്നെ ആ അച്ഛൻ്റെയും അമ്മയുടെയും മകളായിട്ട് പെർഫോം ചെയ്യണം. അവിടെ എനിക്ക് സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ സഹോദരിയായിട്ട് പെർഫോം ചെയ്യണം. അതൊക്കെ എൻ്റെ റോളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് റോൾ എന്താണെന്ന് മനസ്സിലായിരുന്നു. അപ്പോൾ സമൂഹം എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് റോളുണ്ട്. അതാണ് ഇപ്പോൾ എനിക്കൊരു മാരിറ്റൽ സ്റ്റാറ്റസ് ഉണ്ടായി കഴിയുമ്പോൾ, മാരിറ്റൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വിവാഹം കഴിയുമ്പോൾ സമൂഹം എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഞാൻ അവിടെ ഭാര്യയായിട്ടും മരുമകളായിട്ടും ഏട്ടത്തിയായിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നാത്തൂനായിട്ടൊക്കെ ഞാനിങ്ങനെ, എനിക്ക് മലയാളത്തിൽ ഞാനത് പ്യുവർലി മനസ്സിലാവാനാണ് ഞാൻ അത്ര ബേസിട്ട് പറഞ്ഞത് കേട്ടോ. പെർഫോം ചെയ്യണം. സമൂഹം കരുതാൻ ഞാൻ അങ്ങനെ എൻ്റെ റോൾസ് ഞാൻ അവിടെ ചെയ്യണം, കൃത്യമായിട്ട് ചെയ്യണം. അതൊക്കെയാണ് നമ്മുടെ ബേസിക്സ് ഓഫ് സോഷ്യോളജിയിലെ കൺസെപ്റ്റ്സ്.
അതല്ലാണ്ട് ഞാൻ ഇവിടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് അഡീഷണലി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിപ്പോൾ നിങ്ങൾക്ക് ബേസിക്സ് ഓഫ് സോഷ്യോളജിയിൽ മെയിൻലി പറഞ്ഞുതരാൻ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഇതാണ് എനിക്ക് ബേസിക്കായിട്ട് നിങ്ങൾക്ക് പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ക്ലാസ് വെച്ചത്. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും NCERTs വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ആദ്യത്തെ 2 ആഴ്ച നിങ്ങൾക്ക് NCERT ഇത് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും ചോദിക്കുന്നത് ഞാൻ കണ്ടില്ല. 1-2 പേര് മാത്രമേ ഡൗട്ട്സ് ചോദിച്ചുള്ളൂ. അപ്പോൾ ഉണ്ടെങ്കിൽ ആ ഡൗട്ട്സ് ചോദിക്കുക. അപ്പോൾ ഞാൻ ബാക്കി ഗ്രൂപ്പിൽ പറഞ്ഞു തരാം. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.